ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായിട്ടോ. അപ്പം ഞാൻ കരുതിക്കുന്ന ഒരു ലോങ് വീഡിയോ ചെയ്യാം. അത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിലും നല്ലതാണല്ലോ. അപ്പം ഷോർട്ട് ലൈഫ് ബൈ അതേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ എൻ്റെ വീട്ടിലോട്ട്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി സ്ഥലമാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് സ്ലൊവേനിയ ചൂസ് ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് സ്ലൊവേനിയ ചൂസ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണം എന്നല്ല ഞാൻ എൻകറേജ് ചെയ്യുമല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തത്, എന്നെ പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നവർക്കാണെങ്കിൽ സ്ലൊവേനിയ എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കേട്ടോ. ഇവിടുത്തെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഒരു 2800 തൊട്ട് ഒരു 6000 യൂറോയ്ക്ക് ഉള്ളിലാണ് ഇവിടുത്തെ ഒരു ട്യൂഷൻ ഫീസ്, ഇപ്പോഴത്തെ ഒരു ട്യൂഷൻ ഫീസ് പോകുന്നത്. പിന്നെ എല്ലാ വർഷവും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ട്യൂഷൻ ഫീസ് കൂടുന്നുണ്ട്. അതൊരു 50 യൂറോ 100 യൂറോ അങ്ങനെയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻസ് നോക്കുവാണെങ്കിലും ഇവിടെ ഒരാൾക്ക്, ഇപ്പം എൻ്റെ കാര്യം ഞാൻ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റയിലും ഷോർട്സും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു സിംഗിൾ റൂമിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം എനിക്കൊരു 240 ആണ് എൻ്റെ റെൻറ്റ് വരുന്നത്. പിന്നെ നമ്മൾ യൂട്ടിലിറ്റി കൊടുക്കണം എല്ലാ മാസവും, നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ, ഇലക്ട്രിസിറ്റി അങ്ങനെ വെച്ച് നോക്കുമ്പം. അപ്പോൾ എനിക്കിപ്പോൾ സമ്മർ ആയതുകൊണ്ട് വളരെ കുറവായിട്ട് വരുന്നത്. ഈ മാസം എനിക്ക് 22 യൂറോസ് ആണ് യൂട്ടിലിറ്റി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ നോക്കണം, എനിക്കൊരു 300 പോലും ആയിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ലുബ്ലിയാനയിൽ നിന്ന്, അതായത് നമ്മുടെ മെയിൻ സിറ്റിയിൽ നിന്നൊരു 5 to 6 കിലോമീറ്റർ ഉള്ളിലേക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും റെൻറ്റ് കുറവ് ഒരു സിംഗിൾ റൂമിന്. നമ്മളിപ്പോൾ സിറ്റിയിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടയ്ക്കുന്നുണ്ട് കേട്ടോ, നമുക്കൊരു റൂം, അതായത് ഒരു സിംഗിൾ റൂം വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നൊരു 350 അല്ലെങ്കിൽ 400 ഒക്കെ കൊടുക്കണം എന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് വരുന്ന ഒരു റെൻ്റ് എന്ന് പറയുന്നത് 300. ഞാൻ ഒരു അപ്രോക്സ് പറയാം, 300. പിന്നെ ഫുഡിനാണെങ്കിൽ 100 യൂറോ പോലും, ഞാൻ ഹോണസ്റ്റ്ലി പറയാട്ടെ, എനിക്കൊരു 100 യൂറോ പോലും വരാറില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരാൾക്ക് ഉള്ള ഫുഡേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ എനിക്കിപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പം ചിക്കനൊക്കെ വാങ്ങിയാൽ ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാവാറുണ്ട്. 2-3 അല്ല കേട്ടോ, അതിൽ കൂടുതൽ ദിവസത്തേക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ഒരു 100 നോക്കിക്കോ, എന്നാലും 400. പിന്നെ നമുക്ക് ബസ് കാർഡ് റീചാർജ് ചെയ്യാനുള്ള പൈസ, അതിപ്പോൾ ഒരു 20 യൂറോസ്. ഇപ്പം ഇന്റർലുബ്ലിയാന ആണെന്നാണെങ്കിലാണ് എൻ്റെ മലയാളം ഈയിടെയായിട്ട് വളരെ വളരെ പൂവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മലയാളം ഒന്നും അങ്ങോട്ട് വ്യക്തമാവണില്ല ഗൈസ്. പക്ഷേ ഞാൻ എന്താണ് മീൻ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അപ്പം എന്താ പറയണ്ടേ, അപ്പം ഈ ബസ് കാർഡ് റീചാർജ് ചെയ്യാൻ ഇന്റർലുബ്ലിയാന ആണ് എന്നുണ്ടെങ്കിൽ 20 യൂറോസ് ആണ് കേട്ടോ വരുന്നത്. ഇത് നമ്മൾ ഓൾ സ്ലൊവേനിയയും ഇന്റർലുബ്ലിയാനയും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 35 യൂറോസ് ആവും. പിന്നെ എനിക്ക് വരുന്ന ചിലവെന്ന് വെച്ചാൽ എന്താണ്, ഫോൺ റീചാർജ് ചെയ്യാൻ എനിക്കൊരു 10 യൂറോസ് ആണ് കേട്ടോ ആവുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചിലവ്. അപ്പോൾ ഇത് നോക്കി, നിങ്ങൾ 500 പോലും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു 500 ആകും. ഒരു 500 വെച്ചോ. അപ്പോൾ നോക്കിയാൽ എക്സ്പെൻസ് ഒക്കെ വളരെ കുറവല്ലേ. മറ്റുള്ള രാജ്യം വെച്ച് നോക്കുമ്പോൾ അവിടെ അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ തന്നെ ഒരു 500+ നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മുടെ ചിലവ് അങ്ങനെ പോയാൽ ഒരു 700-800 ഒക്കെ വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്ലൊവേനിയ ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഒരു മെയിൻ കാര്യം, നമുക്ക് ഇങ്ങോട്ട് വരാൻ IELTS ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇപ്പം ജർമ്മനി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ജർമ്മനല്ല, നമുക്കിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലൊവേൻ പഠിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ നമുക്ക് പാർട്ട് ടൈം ഒക്കെ ചെയ്യാൻ സ്ലൊവേൻ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു മെയിൻ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇയർ ഗ്യാപ്പ് ഇതുവരെ ഒരു പ്രശ്നമായിട്ട് ഇവിടെ ആരും നോക്കി കണ്ടിട്ടില്ല. കാരണം 30+ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ പഠിക്കണം. അപ്പോൾ ഇയർ ഗ്യാപ്പ് ഒരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയുള്ള കാര്യം അറിയില്ല, പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ചിലരൊക്കെ മെസ്സേജ് ചെയ്യാൻ പറയുന്നുണ്ട്, ഈ ഏജൻസിക്കാർ പറയുന്നുണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ റിജക്ഷൻ വരുമെന്ന്. പക്ഷെ എനിക്കറിയാവുന്ന കുറേ പേര് 30+ ആയിട്ടുള്ള ആൾക്കാർ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഈ ലുബ്ലിയാന യൂണിവേഴ്സിറ്റി, മാരിബോർ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ കുറേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ റിജക്ഷൻ്റെ കാര്യം പറയുകയാണെന്നെങ്കിൽ, ഇവിടെ റിജക്ഷൻ ഇല്ല എന്നല്ല ഞാൻ പറയണത്, റിജക്ഷൻ ഉണ്ട്. പക്ഷേ മറ്റുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറവ് റിജക്ഷൻ മാത്രമേ സ്ലൊവേനിയ എന്ന് പറയുന്ന കൺട്രിയിലേക്ക് ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതും കൂടുതലും ഈ
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണ് റിജക്ഷൻസ് അത്യാവശ്യമൊക്കെ കിട്ടുന്നുള്ളത്. പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് പൊതുവേ ഇതുവരെ ആർക്കും റിജക്ഷൻ കിട്ടി കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇറാസ്മസ്, ഇന്റേൺഷിപ്പ് ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ യൂണിവേഴ്സിറ്റീസ്. അത് നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. നല്ല ഹയസ്റ്റ് സ്കോർ ഉള്ളവർക്ക് അത് കിട്ടും. അതിപ്പം എല്ലാ രാജ്യത്തും ഉണ്ടാവും. ഞാനിത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയായിരുന്നു ഞാൻ സ്ലൊവേനിയ ചൂസ് ചെയ്തത്. കാരണം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീ, പിന്നെ എക്സ്പെൻസ് കുറവ്. ഇതാണ് രണ്ടും. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ. പിന്നെ നമുക്ക് നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെങ്കൻ വിസയാണ് കിട്ടുന്നത്. സോ നമുക്ക് 29 യൂറോപ്യൻ കൺട്രീസ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സേഫസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് കേട്ടോ സ്ലൊവേനിയ. ഇപ്പം നമ്മൾ രാത്രി 12 മണിക്ക് ഇറങ്ങി നടന്നാലും ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ആരും നമ്മളെ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല. സ്ലൊവേനിയൻസ് നമ്മളെ ശല്യം ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ കുറച്ച് ഇമിഗ്രൻസ് ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടേ ഉള്ളൂ, ഉണ്ടായാലേ ഉള്ളൂ. എനിക്കിതുവരെ പറയത്തക്ക വലിയൊരു അനുഭവം ഉണ്ടായിട്ടില്ല, എന്ന അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. പിന്നെ പറയുന്നത് ക്രൈം റേറ്റ് ഒക്കെ വളരെ കുറവാണ്. നമ്മുടെ ഇന്ത്യയൊക്കെ വെച്ച് നോക്കുമ്പം ഒന്നും ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഗേൾസിന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ സ്ലൊവേനിയ. നമ്മുടെ രാജ്യത്തെ ആ ഒരു സേഫ്റ്റി വെച്ച് നോക്കുമ്പം ഇവിടെ അല്ല, നമ്മുടെ രാജ്യത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല സേഫ്റ്റി ഉണ്ട്. പിന്നെ പറയാമെങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, മറന്നു പോകാതിരിക്കാൻ. ഇതൊക്കെയാണ് നോർമലി സ്ലൊവേനിയ ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യം കേട്ടിട്ട് പിന്നെ നമുക്ക് ഒരുപാട് കൺസെഷൻ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒന്നാമത് പറയുന്ന കാര്യം ബോണി. ഇവിടെ സ്റ്റുഡൻസിന് ബോണി കിട്ടും. ഇപ്പം മാസത്തിൽ വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ 28 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ നമുക്ക് 28 ബോണീസ് ഉണ്ടാവാറുണ്ട്. നമുക്ക് അത് ഒരു ദിവസം 2 നേരം നമുക്ക് ബോണീസ് യൂസ് ചെയ്യാം. 4 മണിക്കൂർ ഇടവിട്ട് യൂസ് ചെയ്യാം. ചില ഷോപ്പിലൊക്കെ ആണെങ്കിൽ അത് ഫ്രീ ആയിരിക്കും, ചില ഷോപ്പിൽ ഇത്തിരി പൈസ കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് സ്ലൊവേനിയയുടെ എടുത്തു പറയേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം ഞാൻ എൻകറേജ് ചെയ്യല്ല. കാരണം നമ്മൾ വന്നപ്പോഴുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. കാരണം ജോലിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ചിട്ട് വേണം കേട്ടോ വരാൻ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ വരണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കണത്. നിങ്ങൾ വരുമ്പം എല്ലാവരോടും ഒന്ന് അന്വേഷിക്കുക എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നമ്മൾ വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. ഇപ്പോഴും ഈ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്കിവിടെ ഉണ്ട്. പക്ഷേ പാർട്ട് ടൈം ജോബ് നമുക്കറിയാലോ, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മെയിനായിട്ട് നോക്കുന്ന പാർട്ട് ടൈം ജോബാണ്. കാരണം കൂടുതൽ ആൾക്കാർ ലോൺ എടുത്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്തിട്ടൊക്കെ വേണം നമ്മളൊരു അഡ്മിഷനൊക്കെ പോയി എടുക്കാൻ. പിന്നെ എനിക്കിപ്പോൾ ഒന്ന് പറയാനുള്ളത്, പോയി അഡ്മിഷൻ എടുത്തിട്ട് വന്ന് ചോദിക്കരുത് ചേച്ചി അവിടെ എങ്ങനെയുണ്ട് എന്നുള്ളത്, ആ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം കുറേ പേര് വന്ന് മെസ്സേജ് അയക്കുന്നത് യൂണിവേഴ്സിറ്റി പോയി അഡ്മിഷൻ എടുത്തിട്ടായിരിക്കും ആ യൂണിവേഴ്സിറ്റിനെ പറ്റി തിരക്കാൻ ഇറങ്ങുന്നത്. ഏജൻസിക്കാർ നമുക്ക് ആ യൂണിവേഴ്സിറ്റി അടിപൊളിയാണെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഉള്ളവരോട് തിരക്കുക ആ യൂണിവേഴ്സിറ്റീസിനെ പറ്റി കേട്ടോ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇനി ഇടാൻ ശ്രമിക്കാം കേട്ടോ. എനിക്ക് വർക്കുണ്ട്, അതൊക്കെ കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇപ്പം ഇങ്ങനെ ഇടാതിരിക്കുന്നത്. പിന്നിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കുമ്പോൾ. ഞാൻ ഇപ്പം തന്നെ അണച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലേ ഇവിടുത്തെ വെതർ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ ഒരു 40+ ഒക്കെ ആകാറായിട്ടുണ്ടല്ലോ. 40+ അല്ല കേട്ടോ, 35, 36 ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷെ നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ അതിൽ കൂടുതലല്ലേ, എന്നിട്ട് എന്ത് സർവൈവ് ചെയ്യാൻ പറ്റാത്തതെന്ന്. പക്ഷെ ഇവിടെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്, നമുക്കൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ ഒരു അരമണിക്കൂറോട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്നെ താഴെ എടുക്കാം, കാരണം ഞാൻ തലറങ്ങി വീഴുമായിരിക്കും. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.